ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 20ാം തീയതിയിലത്തെ വിശേഷമാണ്. എന്നാലും ഞാൻ പറയണം, ഇന്ന് ഓഗസ്റ്റ് 21 ഇന്നത്തെ പ്രത്യേകത അന്നയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ റോസയുടെ ബർത്ത്ഡേ ആണെന്നുള്ളത്. പിറ്റേ ദിവസമാണ് അന്നയുടെ ബർത്ത്ഡേ. അപ്പോൾ അന്നേനെ എന്താ പറയുക, ഹാപ്പി ബർത്ത്ഡേ അന്ന. അപ്പോൾ അന്ന 2 ദിവസത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു കേക്ക് കട്ടിങ്ങിനോ ഞങ്ങൾക്ക് ഒന്നിച്ച് കൂടാനൊന്നും പറ്റിയില്ല. ഒരു ഫംഗ്ഷന് വന്നിട്ട് അങ്ങനെ മടങ്ങി പോവുക ചെയ്തത് കേട്ടോ. രണ്ടേ 2 ദിവസം. അപ്പോൾ അങ്ങനെ ചേച്ചി അനിയത്തിയും കണ്ടുമുട്ടി. സാധാരണ ഒന്നിച്ച് വരുമ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അതിനുള്ള നേരം പോലും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ റോസ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് തൃശ്ശൂർ വന്നിട്ടുണ്ടെങ്കിലും കാണാൻ പറ്റിയില്ല. ഒരു പരിപാടിക്ക് വന്നതാണ്. അങ്ങനെ അതെ രാവിലെ എണീറ്റു. അപ്പോൾ അത് പറയാൻ വിട്ടുപോയി. റോസേനെ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അവളും പ്രത്യേകം താങ്ക്സ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. പ്രോഗ്രാമിലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുട്ടി എന്നാലും എൻ്റെ ഫോണിലേക്ക് വന്ന മെസ്സേജുകൾക്കൊക്കെ താങ്ക്സ് പറഞ്ഞിട്ട് അവൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റു പതിവ് പോലെ. അപ്പോൾ ഇന്ന് 20ാം തീയതിയാണല്ലോ. അപ്പോൾ ഡാഡി പള്ളിയിൽ പോയി കുർബാന ചെല്ലിച്ചു. അപ്പൻ്റെ കുർബാന ചെല്ലിക്കലും കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്നലെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഡാഡി രാവിലെ പോയിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തരും എണീറ്റു. അപ്പോൾ ഇന്ന് തോമുവിന് ഓറഞ്ച് ഡേ ആണ്. അപ്പോൾ ഓറഞ്ച് ഡേക്ക് ഇന്ന് മറ്റേ എന്താ പറയുക, ഗ്ലാസ് കൊണ്ടുപോകണം, ലൈം കൊണ്ടുപോകണം, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ വലിയ ചെക്കൻ്റെ പോലെയാണ് കണ്ടോ. നല്ല ജുബയൊക്കെ ഇട്ട് കൈയൊക്കെ മടക്കി വെച്ച് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. വലിയ ചെക്കനായ പോലെ തോന്നി അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടപ്പം. അങ്ങനെ ആദ്യം തോമു പോണു. അത് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു സെക്ഷൻ പാച്ചുവിൻ്റെ പണി. അപ്പോൾ ഇത് തോമു പോണോട് കൂടിയിട്ടാണ് പാച്ചുവിനെ കുളിപ്പിക്കാൻ വിളിക്കുക. ആ കുളിപ്പിക്കാൻ വിളിക്കുന്നിടത്തുനിന്ന് ഓടിയതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും അവിടെ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുക, എന്തായാലും ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ കൂടെ പോയിട്ട് നിന്നതാണ്. അങ്ങനെ തോമുവിൻ്റെ യാത്ര പോണോട് കൂടിയിട്ട് പിള്ളേരുകൾ 3 ആൾ അവർക്കുള്ളതാണ്. ഗേറ്റ് വരെ ഒരു യാത്ര, ഒരു ട്രിപ്പ്. ഡാഡി ആയാലും ഡോൺ ആയാലും അവരെ വണ്ടിയും അവിടെ വരെ കൊണ്ടുപോകണം. അത് അവർക്ക് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ അപ്പുറത്ത് പോകാറില്ല കേട്ടോ. കാരണം കുട്ടികളാണ്, നമുക്കറിയാം, ഹെൽമെറ്റ് വെക്കണം, അത് പരിപാടിയുണ്ട്. പിന്നെ ഇങ്ങനെ 3 പേര് വെച്ചിട്ടൊന്നും പുറത്ത് പോകാനും പാടില്ലല്ലോ. അപ്പോൾ കറക്റ്റ് ഗേറ്റിൻ്റെ അവിടെ വരുമ്പോൾ 3 ആൾ അവർക്കറിയാം അത്. അപ്പോൾ നിങ്ങൾ പണ്ട് തൊട്ടുള്ള എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം, കുഞ്ഞിലേ തൊട്ട് നിൽക്കുന്ന ഒരു പരുവം തൊട്ട് ഉള്ളതാണ് ഈ ഒരു ശീലം കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് 2 ആളും പോന്നു. അത് കഴിഞ്ഞ് പിന്നെ പാച്ച് സ്കൂളിലേക്ക് പോകാനുള്ള പുറപ്പാടും കാര്യങ്ങളായി. ഡിവൈൻ ചാക്കോച്ചൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ചാക്കോച്ചൻ രാവിലെ കുളിപ്പിച്ചിട്ടാണ് താഴേക്ക് ഇറക്കി കൊണ്ടുവരിക കേട്ടോ. തോമും കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് വരിക. പാച്ചു എല്ലാം കഴിഞ്ഞ് പോണ നേരമാകുമ്പോൾ കുളിക്കാനായിട്ട് ഓടുകയാണ്. ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ. അങ്ങനെയാണ് ഇവരുടെ ദിനചര്യ കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഡോൺ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് നമ്മളകത്ത് കയറി. അപ്പോൾ ഇന്നത്തെ എന്താ പറയുക, യാത്രയും കാര്യങ്ങളൊക്കെ ഒരുവിധം അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ നടയിലത്തെ മെഴുകുതിരി വേഗം കെടുത്തും. കാരണം വലിയ അപകടം വരണ്ടെന്ന് വിചാരിച്ചിട്ട്. തീയല്ലേ, നമ്മൾ ഓർക്കാണ്ട് പോയി കഴിഞ്ഞ് വല്ലതും കത്തിപ്പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ വേഗം മെഴുകുതിരി മടങ്ങണോട് കൂടിയിട്ട് ഊതുട്ടോ. അങ്ങനെ രാവിലെ ഇന്ന് ഞങ്ങൾക്ക് എന്തുട്ടായിരുന്നു, ദോശയായിരുന്നു കേട്ടോ. ദോശയും ഗോതമ്പ് ദോശയും ചമ്മന്തിയും, 2 തരം ചമ്മന്തിയായിരുന്നു. അങ്ങനെ ഇന്ന് കിച്ചൺ ഡിവൈൻ്റെ കയ്യിലായിരുന്നു കേട്ടോ. ഫുൾ വർക്ക് പരിപാടികൾ ഡിവൈനാണ് ഇന്ന് ചെയ്തത്. അങ്ങനെ പതിവ് പോലെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് നമ്മളുടെ പരിപാടികൾ തുടങ്ങി. അപ്പോൾ ഇന്ന് എനിക്ക് കണ്ടമാനം വാഷ് ചെയ്യാണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ച തൊട്ട് ഇതുണ്ടോ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജ് തിരിച്ചിട്ടത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഉപകാരമായിട്ടാണ്. കുട്ടികൾക്ക് ഓടിപ്പോയിട്ട് തുറക്കാനും മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് 2 പേരുണ്ടാവാറ്. ഇപ്പം അതിനൊന്നും പറ്റണില്ല. അപ്പം ഇങ്ങനെ സൈഡിൽ തിരിച്ചിട്ട കാരണം. ഇനി അടുത്തത് പാച്ചൂട്ടൻ്റെ പോക്കാണ്. അപ്പോഴും ഇവർ 2 പേരും കയറി ഗേറ്റിൻ്റെ അവിടം വരെ പോവും. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ സംഭവം. അങ്ങനെ ഇന്ന് കുറേ പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ പാക്ക് മറ്റേ കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് അവർ റീൽസ് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോസും കാര്യങ്ങളാണ്, സ്റ്റാറ്റസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് മൊത്തത്തിൽ വീഡിയോയിലും കൂടി ഇടുമ്പോൾ കുറച്ച് സ്റ്റാറ്റസുകൾ കാണാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കോണ്ടാക്ട്സുള്ളവർക്ക് മാത്രമേ കാണുള്ളൂ. കോണ്ടാക്ട്സിൽ ഓൾറെഡി 3000+ ഉണ്ട്. എന്നാലും അവർക്കല്ലേ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത് കേട്ടോ. അങ്ങനെ അപ്പാപ്പൻ വണ്ടി എടുക്കാനായിട്ട് നിൽക്കുമ്പോൾ ഫസ്റ്റ് കയറിയിരുന്നത് നമ്മുടെ ചാക്കോച്ചനാണ് കേട്ടോ. അങ്ങനെ ഇന്ന് ഡിമ്പിളും ഡാഡിയും കൂടിയിട്ട് കുറേ പരിപാടികളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ,
നമ്മളുടെ ഇൻഷുറൻസിൻ്റെ കാര്യത്തിനുള്ള യാത്രയും കാര്യങ്ങളൊക്കെയാണ്. കുറേ അത് നമുക്കറിയാലോ, കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നാലേ കാര്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ ഇന്നും കുറേ അലച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു 3:30 ആയിട്ടുണ്ട്. ഞാനത് പറയാം വിശേഷം കേട്ടോ. അപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് കുറേ വാഷ് ചെയ്യേണ്ടായിരുന്നു. അപ്പം മഴയുള്ള സമയത്ത് ഞാൻ അങ്ങനെ അവിടെ ഇട്ടു. പിന്നെ നമ്മളുടെ ഹോസ്പിറ്റൽ കേസ്, പിന്നെ റിവ്യൂവിന് പോക്ക്, അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാനത് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ആദ്യം ഞാൻ വാഷ് ചെയ്യാനിട്ടു. അപ്പോൾ ഇതൊക്കെ ഡിമ്പിൾ പോണതിന് മുമ്പ് വേഗം വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. കാരണം മമ്മി സ്റ്റാറ്റസ് ഇട്ടോ അല്ലെങ്കിൽ വീഡിയോസ് നമ്മുടെ റീൽസ് ഇടാൻ വേണ്ടിയിട്ട് വേഗം എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡബിൾ സൈഡാണ് കണ്ടോ. ഒരു സൈഡിൽ മെറൂണും ഒരു സൈഡിൽ ഗ്രീനുമാണ്. ഭയങ്കര വെയിറ്റും നല്ല ഭംഗിയുള്ളതാണ് രണ്ടും. അതെ കേട്ടോ, 3 പാറ്റേൺ ഉണ്ട് ഇതിൽ. ഒന്ന് ലക്ഷ്മിയുണ്ട്, ഒന്ന് നാഗപടമുണ്ട്, ഒന്ന് റൗണ്ട് ഉണ്ട്. ഇത് നാഗപടമാണ്. ഇത് 2 സൈഡിനും അനുസരിച്ച് 2 പെയർ കമ്മലും ഉണ്ട്. അപ്പോൾ വളരെ എന്താ പറയുക, ഇതിപ്പോൾ രാവിലെയാണ് ഇത് ഇട്ടതും. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 1-2 പീസ് ഉണ്ട് തോന്നുന്നുണ്ട്. ബാക്കിയൊക്കെ സോൾഡ് ഔട്ടായിട്ടോ. അങ്ങനെ പിന്നെ ഞാനിത് ഏതായാലും എഡിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അത് മാറ്റിയിടണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ റീസ്റ്റോക്ക് ചെയ്യാമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് റീസ്റ്റോക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ പറയുക. പിന്നെ സെപ്പറേറ്റ് അങ്ങനെ വേണമെങ്കിൽ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരാം. ഫോട്ടോസ് വീഡിയോസായിട്ട് സെൻഡ് ചെയ്ത് തരാം. അങ്ങനെ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് വാഷിംഗ് മെഷീനിലിട്ട് തുണികളൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യേണ്ട ചൂരും കോരി എടുത്തുകൊണ്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഡിംപിളും ഡാഡിയും പോയോട് കൂടിയിട്ട് ബിസിനസ്സിൻ്റെ സംഭവം അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് കടന്നു. അപ്പോൾ ഡിവൈൻ കിച്ചണിൽ കടന്നു, ഞാൻ ബാക്കി പുറത്തെ കാര്യങ്ങൾക്കും നിന്നു കേട്ടോ. അപ്പോൾ ചാക്കോച്ചനെ സംബന്ധിച്ച് അവൻ നേരത്തോടെ ഇന്ന് ഊണൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരക്കുട്ടനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പക്ഷേ ഇവനെ കാണാണ്ട് വേണം എനിക്ക് പുറത്തേക്ക് പോകാൻ. ഞാനല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ഇപ്പോൾ ഒപ്പം പുറത്തേക്ക് ഇറങ്ങും. പിന്നെ പട്ടിക്കുട്ടിലാണ് ഇവൻ്റെ മെയിൻ പണി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇവനപ്പുറത്ത് നിൽക്കുമ്പോഴൊക്കെയാണ് ഞാൻ പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ അവൻ അങ്ങോട്ട് പോകാൻ കാത്തു നിന്നു ഞാൻ തുണികൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഗേറ്റ് തുറക്കണ ഒച്ച കേട്ടാൽ മൂപ്പര് ഓടി വരും. അപ്പോൾ ഞാൻ ഇവിടുത്തെ ചട്ടികളൊക്കെ ഇന്നലെ അങ്ങോട്ട് അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അതിൻ്റെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ തുണികളും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് അപ്പോൾ പിന്നെ ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. ഡിംപിളും ഇല്ല, ഡിവൈൻ കിച്ചണിലുണ്ട്. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്ത് കുടിച്ചു. അപ്പോൾ അത് കുടിക്കുമ്പോൾ നല്ലൊരു നമ്മൾ റിഫ്രഷ് ആവാന്ന് പറയില്ല, നല്ലൊരു സുഖമാണ്. അത് കുടിച്ച് കഴിഞ്ഞാൽ ഒരു ഉഷാറൊക്കെ വരും കേട്ടോ. അത് ആ പുളിയും മധുരവും ഒക്കെ ചെല്ലുമ്പോൾ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുക എളുപ്പത്തിൽ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. കക്ക വേവിച്ച് വെച്ച്, ഇന്നലെ ഡാഡി കക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2ാമത്തെ ട്രിപ്പ് വാഷ് ചെയ്യാനായിട്ട് ഇട്ടു. എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളാവാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ 2:30 ഡാഡി വരണോട് കൂടിയിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡാഡി വിളിച്ച് പറഞ്ഞു ലേറ്റ് ആവുന്നു. അപ്പോൾ ഡോൺ ഊണ് കഴിക്കാൻ വന്ന് പോണോട് കൂടിയിട്ടാണ് സെക്കൻഡ് ട്രിപ്പ് പോസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയത് കേട്ടോ. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞതാ മണി 3:15. അപ്പോൾ 2 പ്രാവശ്യം കഴിഞ്ഞ് മേശപ്പുറം ഒതുക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ തുണികൾ തോരയിടാനായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഡിംപിളും ഡാഡിയും കൂടി വന്നത്. അപ്പോൾ അവർ വന്നപ്പോൾ പറഞ്ഞു ഇനി ഊണ് കഴിഞ്ഞിട്ടാവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരൊറ്റ സ്ട്രെസ്സിൽ നിൽക്കാറുണ്ട് ഊണ് കഴിക്കാണ്ട്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് ഊണ് കഴിക്കാനായിട്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഡിംപിളും അതേ പറയായിരുന്നു, പട്ടി ചന്തയ്ക്ക് പോയ പോലെയായി, കാര്യങ്ങൾ പോയതൊന്നും നടന്നില്ല, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം ചില സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയും, ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും വീട്ടു ചോറുണ്ടെങ്കിൽ വിരുന്ന് ചോറുള്ളൂന്ന്. നമ്മൾ വീട്ടിൽ നിന്ന് വന്നിട്ട് കഴിക്കാം അല്ലെങ്കിൽ പിന്നെ ആവാം എന്ന് പറയുന്ന ദിവസമാണ് നമുക്കൊന്നും കഴിക്കാൻ പറ്റാണ്ടാവുക. അപ്പോൾ ഇന്ന് മോരുകറി, ഇന്നലത്തെ ചീരുപ്പേരി, പിന്നെ കോവയ്ക്ക ഉപ്പേരി, പിന്നെ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കുറേ ലേറ്റായിട്ട് ഊണ് കഴിച്ചതെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ ആ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കുടിച്ചായിരുന്നു കേട്ടോ. എനിക്കതൊരു വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലേറ്റായിട്ടാണ് രാവിലത്തെ കഴിച്ചത്. അങ്ങനെ സെക്കൻഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അവൻ്റെ കുട്ടി ട്രൗസറുകളും ബനിയനുകളും അങ്ങനത്തെ സംഭവങ്ങളാണ് ഞാൻ സെക്കൻഡ് ട്രിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും ഇതേ 2 അഴയ്ക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം ഇതുപോലെ നിറച്ച ഇട്ടത്. പക്ഷേ നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് ഒന്ന് വാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഇപ്പം ഞാൻ സാധാരണ അകത്തെടുത്തിടാറുണ്ട്. ഇന്ന് എനിക്ക് അതിനുള്ള നേരം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പറക്കാണ്ടിരിക്കണം. കാരണം എല്ലാത്തിലും ക്ലിപ്പ് ഇട്ടിട്ടില്ല. മറ്റേത് ഞാൻ ഒരു തുണിയുമ്പോൾ 2 ക്ലിപ്പ് ഇടും. പക്ഷെ ഇന്ന് എനിക്കതിന് പറ്റിയിട്ടില്ല.
അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ പിള്ളേരുടെ നേരമായിട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് വേഗം പാലും ബിസ്ക്കറ്റൊക്കെ ആക്കി അവർക്ക് എന്താ പറയുക, നമ്മൾ നേരം വൈകി കഴിച്ചു എന്നുള്ളതൊന്നുമല്ല, അവർക്ക് അവരുടെ കൃത്യത്തിന് കൊടുത്താലേ കാര്യമുള്ളൂ. അങ്ങനെ ഞാൻ അവർക്കുള്ള പാല് അവർക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പം ഞാൻ പറയാറില്ലേ, നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ ഏതാണാവോ വിചാരിക്കും, ഇത് നമ്മൾ കുട്ടികളുടെ ആക്കി വരുന്ന പാലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് റൗണ്ട്, ഇത് മറ്റേ നാഗപടത്തിൻ്റെ ഷേപ്പ്. പിന്നെ ഒരു ലക്ഷ്മിയുടെയും കൂടി ഉണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു കൊണ്ടുവന്നേക്കാൾ സ്പീഡിൽ പോയിന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഒന്നോ രണ്ടോ ഉണ്ടായിരുന്നു കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ കൊറിയർ വന്നു. ഇതിപ്പോൾ ഒരു കൊറിയർ ഡിബിൾ അയക്കണതാണ്. അപ്പോൾ അങ്ങനെ ആവുന്നത് അപ്പാപ്പ അയക്കും. പ്രത്യേകിച്ച് ഈ റീസെല്ലിങ്ങിൻ്റെ ആൾക്കാർക്കാവുമ്പോൾ നമ്മൾ ബോക്സുകളിലാക്കിയിട്ട് വേഗം അയക്കും കേട്ടോ. ഇതിപ്പോൾ ഒരു കൊറിയർ വന്നതാണ്. അത് വേറൊന്നുമല്ല, മറ്റേ എനർജി ബാർ ഉണ്ടല്ലോ, എനർജി ബാർ നമ്മൾ ഓൺലൈനിൽ വരുത്തിച്ചതാട്ടോ. അപ്പോൾ പാച്ചുവിന് ഇപ്പോൾ വലിയ ഇഷ്ടമല്ല, അവരെ നിർബന്ധിച്ച് ഒരെണ്ണം കഴിപ്പിക്കും. കാരണം അത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട്, കുട്ടികളുടെ ചെറുതാണ് കേട്ടോ. അപ്പോൾ ഇത് അവൻ ഇത് വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ അവൻ കുടിച്ച് കഴിഞ്ഞിട്ട് തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് നിർത്തിയിരിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അത് കൊടുത്തപ്പോൾ നമ്മൾ സാധാരണ നമുക്കിത് വീട്ടിലുണ്ടാക്കാവുന്ന സംഭവമാണ്. ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒന്നിനും സമയം കിട്ടാത്തത് കൊണ്ട് ഈ വക സാധനങ്ങൾ വാങ്ങിക്കേണ്ട ഒരവസ്ഥയാണ്. പിന്നെ ഇത് നല്ലതാണ്, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. മറ്റേ എന്താ പറയുക, ഇതിൻ്റെ വലിയ ബാറുകളും കിട്ടും കേട്ടോ, നമ്മളുടെ വലിയവർക്കുള്ളതുകൊണ്ട്. ഇത് ചെറുതാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ പലതരം നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ്, പലതരം നട്ട്സല്ല, ഡ്രൈ ഫ്രൂട്ട്സും സീഡ്സും ഒക്കെ കൂടെ ഒന്ന് ചെറുതായി ചൂടാക്കി, മറ്റേ ഓട്സും ഒന്ന് ചൂടാക്കി, മറ്റേ എന്താ പറയുക, ഡേറ്റ്സ് ഉണ്ടല്ലോ, ഡേറ്റ്സ് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തിയിട്ട് അടിച്ചാൽ കുറച്ചും കൂടി നല്ലത്. അടിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് എന്താ പറയുക, ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഫ്രീസറിലൊന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ചോക്ലേറ്റ് പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ പാച്ചു മറ്റേ കത്രി എടുത്ത് കളിച്ചപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ പിണങ്ങിയിട്ട് പോയിട്ട് നിൽക്കണത്. അപ്പോൾ നിൽക്കണ നിപ്പിൽ മൂപ്പരുടെ കയ്യിൽ 2 സ്കെച്ച് പെൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 4 വരയും കൂടി വരച്ചപ്പോൾ വഴക്കും കേട്ടപ്പോൾ പൂർത്തിയായി. അപ്പോൾ ഇത് ഭയങ്കര ഭംഗിയാട്ടോ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. നമ്മളുടെ ഒരു സാധാരണ ഇങ്ങനത്തെ ഗോൾഡ് പ്ലേറ്റഡ് വരുമ്പോൾ എങ്ങനെ വന്നാലും 6000-7000 രൂപ വരും. ഇത് അതിൻ്റെ ഒന്നുമില്ല, അതിൻ്റെ പകുതി വിലയുള്ളൂ കേട്ടോ. കാണാനെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗോൾഡിൻ്റെയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഐറ്റം, അതായത് ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റം ആയാലും ഇത്രയും വിലയാവും, ഇത് അത്രയും വിലയാവണില്ല. അപ്പോൾ ആദ്യം എനിക്ക് ഡിവൈൻ സൂപ്പ് കൊണ്ട് തന്നു. ചായ ഞങ്ങൾ നേരത്തോടെ കുടിച്ചു. അതായത് ഊണ് കഴിഞ്ഞതേ കുറേ ലേറ്റായിട്ട്. അത് കഴിഞ്ഞിട്ട് ചായ വെച്ചപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ സൂപ്പാണ് കുടിച്ചത്. ഇന്നലത്തെ സൂപ്പ് കൊണ്ടുവന്നതിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിള്ളേർസ് കളിക്കുമ്പോൾ അവരുടെ കൂടെ കുറച്ച് നേരം പോയിട്ട് മുറ്റത്ത് നിന്നു. അപ്പോൾ ഇന്ന് അവർ വർക്ക്ഷോപ്പാണ് കളിക്കുന്നത്. അപ്പോൾ അവർക്ക് ഓരോ ദിവസം ഓരോ ഡേ ആണ്. ഒരു ദിവസം മറ്റേ പിസ്സ ഇതാണെങ്കിൽ ഒരു ദിവസം ഹോട്ടലാവും, ഒരു ദിവസം കാർ സർവീസാവും, അങ്ങനെ ഓരോ ദിവസം ഓരോന്നാണ് കേട്ടോ അവർ കളിക്കുക. ഇന്ന് വർക്ക്ഷോപ്പാണ്. അപ്പോൾ 2-3 പേരും മറ്റേ ഇതാണ് കൊണ്ടുപോയി, മറ്റേ തൊട്ടാണ് മറ്റേ ഫോർക്ക്. അപ്പോൾ അവിടെ വന്ന് കിച്ചണിൽ വന്ന് ഫോർക്ക് എടുത്തപ്പോൾ ഞാൻ വന്ന് നോക്കി ഇത് എങ്ങടെ കൊണ്ടുപോകണേന്ന് നോക്കിയപ്പോൾ സ്ക്രൂ ഡ്രൈവറിന് പകരം കൊണ്ടുപോയതാണ് ഫോർക്ക് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാനും പറഞ്ഞു കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡിവൈൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഫോർക്ക് കൊണ്ടുപോയത്. അപ്പോൾ ആൾ വഴക്ക് പറയാൻ വേണ്ടി വന്നതാണ് ഫോർക്ക് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം അവർ കളിച്ചിട്ട് അകത്ത് കയറിക്കോളും, കാരണം സന്ധ്യാവാറായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അവർക്കും ഒരു സുഖമല്ലേ. അപ്പോൾ എത്ര നേരം എന്ന് വെച്ചിട്ട് അകത്തതും മഴയൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ സന്ധ്യ നേരമായി, എല്ലാവരും അകത്തേക്ക് കയറി. ഇനി അകത്തത്തെ കലാപരിപാടികളാണ്. അയ്യോ എൻ്റെ മക്കളെ, ഇന്നത്തെ കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടുതലായിപ്പോയി. ഞാൻ കാണിക്കാം കേട്ടോ നിങ്ങളെ. കാണാൻ നല്ല രസമാണ്, സമയമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു റിപ്പീറ്റ് കാണിച്ചോ എന്നൊരു സംശയമുണ്ട്. ഇല്ല, ഇത് വേറെയാണ്. ഭയങ്കര വെയിറ്റുള്ള ലോക്കറ്റായിട്ട് നല്ല ഭംഗിയുള്ളതാണ്. 2 സൈഡ് ഡബിൾ സൈഡാണ് കേട്ടോ. ഒരു വശത്ത് ഗ്രീനും ഒരു വശത്ത് മെറൂണുമാണ്. ഇത് കണ്ടോ, കെം സ്റ്റോൺസാണ്, നല്ല തരം കല്ലുകളാണ്. അപ്പോൾ അതിൻ്റെ കമ്മലും 2 ജോഡി വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. 2 സൈഡിലിടുമ്പോഴും 2 തരം കമ്മലാണ്. കണ്ടോ, മെറൂണിന് മെറൂൺ, ഗ്രീനിന് ഗ്രീന്.
അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഡിവൈൻ പനീർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളപ്പോൾ പനീർ മറ്റേ പനീർ ഫ്രൈ എന്ത് സംഭവമാണെന്ന് എനിക്കറിയാം. എന്നിട്ട് അതിൽ നല്ല ടേസ്റ്റായിരുന്നു. മയോണൈസും ഡിവൈൻ അടിച്ചത് തന്നെയാണ് കേട്ടോ, ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ മയോണൈസ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാട്ടോ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങിക്കണതാണെന്ന് വിചാരിക്കും. അല്ല, ഉണ്ടാക്കിയതാണ്. ഇത് നമ്മുടെ ആവക്കാഡോൻ്റെ ജ്യൂസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഡോണിന് ഇഷ്ടമാണ്. ഡിമ്പിളൊഴിച്ച് വേറെ എല്ലാവരും കഴിക്കുക, അത് പറയാവൂ എളുപ്പം. ഡിമ്പിളിനെ സംബന്ധിച്ച് ഞാൻ പറയാറില്ലേ, ഒരു സാധനം ഇങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല എന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിത് ഭക്ഷണവും കാര്യങ്ങളും കഴിക്കാനായിട്ട് നിൽക്കുമ്പോൾ 9:30, ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോസിൻ്റെ സമയമാണ്, ഫുഡ് കഴിക്കാനായിട്ട് നിൽക്കുന്ന സമയം. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക്, അല്ലെങ്കിൽ ഈ ഇരിപ്പ് ഞങ്ങൾ പാതിര വരെ ഇരിക്കും. അപ്പോൾ അത് വേണ്ട, ഒരു ബ്രേക്ക്, ആ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ശീലമാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ ഇന്നലത്തെ ബോട്ടിയും കുള്ളി ഉണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ചായാലും സൂപ്പ് കുടിച്ചിട്ടുണ്ട്, മറ്റേ പനീർ മസാല കഴിച്ചിട്ടുണ്ട്, പിന്നെ എന്തൊട്ട് അതിൻ്റെ കഴിഞ്ഞിട്ട് ആവക്കാഡോ ജ്യൂസ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇടയിലുള്ള കാരണം എനിക്ക് വളരെ കുറച്ച് മതി. എന്നിട്ട് ആ ബോട്ടിയും കൊള്ളിയും ലാസ്റ്റ് ഉണ്ടായിരുന്നതാണ്. അത് ഞാനും ഡോണോ ഇനി കഴിക്കുള്ളൂ, വേറെ ആരും കഴിക്കില്ല, ഇവരാരും തൊടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അതെടുത്ത് കഴിക്കാമെന്ന് വെച്ചാൽ അത് ഞാൻ കഴിച്ചു. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഞങ്ങൾ ആരും ടി വി കാണാതിരിക്കാത്തത്. നമ്മളെന്തിനെങ്കിലും ഒന്ന് തിരിഞ്ഞാൽ ആ നേരം കൊണ്ട് ഇവന്മാരുടെ പണി എന്താണെന്ന് വെച്ചാൽ ഈ കുഷിയെ നിരത്തി ഇട്ടിട്ട് രണ്ടാളുടെ റിമോട്ട് കാർ ഓടിക്കലാണ് ഇവരുടെ മെയിൻ പണി, ഇപ്പോഴത്തെ പണി കേട്ടോ. ഓരോ ദിവസം ഓരോ സെറ്റപ്പാണ് അവർക്ക്. ചില ദിവസം ഫ്ലാറ്റ് പണിയെ കാണാം, ചില ദിവസം എന്താ പറയുക വർക്ക്ഷോപ്പ് പണിയും, ചില ദിവസം ഇതുകൊണ്ട് വീടുണ്ടാക്കും. അവർക്ക് എന്താണോ തോന്നിയത് അത് വെച്ച് കുഷ്യൻ വെച്ച് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പണി കേട്ടോ. അപ്പോൾ ഞാനും പറയും കുഷ്യനല്ലേ നമുക്ക് കഴുകി വെടുപ്പാക്കി എടുക്കാം. ആദ്യം ഇത് തുടക്കത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഇതൊക്കെ നാശമായി പോവല്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറേ ദേഷ്യപ്പെട്ട് നോക്കി, രണ്ടും അവർക്ക് ഏൽക്കണില്ല. അപ്പോൾ പിന്നെ നമ്മൾ കണ്ണടച്ച് എന്താ വെച്ചാൽ ചെയ്തോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് വാഷ് ചെയ്യാമല്ലോ, തുണിയല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് കണ്ടില്ലേ, ഇവന്മാരുടെ മെയിൻ പണി ഈ കുഷ്യനാണ്. അപ്പോൾ ഡിവൈൻ ചാക്കോച്ചനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ ഡിവൈൻ സാധാരണ ബിഗ് ബോസിൻ്റെ നേരത്താണ് ഊണ് കഴിക്കാറ് കേട്ടോ. അപ്പോൾ അതായത് ഡിന്നർ കഴിക്കാറ്, ഊണല്ല ഡിന്നർ കഴിക്കാറ്. അപ്പോൾ ഇന്നലത്തെ എല്ലാത്തിൻ്റെയും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് എല്ലാവരും കഴിച്ചത്. അപ്പോൾ ഇവന്മാരുടെ പണി കണ്ട, ഷർട്ട് ഊരിയിട്ടിട്ട് അതിപ്പോൾ രണ്ടാമത് ഇട്ടിട്ട് കിടന്ന് തുള്ളിച്ചാട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനിയിപ്പോൾ വരും മൂന്നാമനും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മൾ ഈ ടി വി കാണുന്നുണ്ട് എന്നുള്ളത്. അതായത് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യുക, അത്രയും നമ്മൾ ഉദ്ദേശിക്കണുള്ളൂ. കാരണം ഉച്ചയ്ക്കൊന്നും ചിലപ്പോൾ ഉറക്കം ശരിയായെന്ന് വരില്ല. അങ്ങനെ നമ്മുടെ കുഞ്ഞാൾ വരുന്ന ഡിവൈൻ ഒരു ബനിയനൊക്കെ ഇട്ട് ബാക്കിൽ ഒരു കെട്ടൊക്കെ കെട്ടി ഇങ്ങോട്ട് വിട്ടതാട്ടോ, കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ടിട്ട്. അവനും കൂടി വന്നോട് കൂടിയിട്ട് എന്താ പറയുക, ഫുൾ വൈബായി, ഭയങ്കര ബഹളവും ഒച്ചയും ചിരിയും. അപ്പോൾ ഞാൻ പറയാറില്ലേ, ഈ സമയമാണ് ഞങ്ങളുടെ ഫാമിലി ടൈം എന്ന് പറയണത്. ഒരു 7 മണി തൊട്ട് ഒരു 10:30-11 മണി വരെ കുട്ടികളും ഞങ്ങളും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നുള്ള വർത്തമാനവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഞങ്ങളുടെ ചെറുപ്പത്തിലേ തൊട്ട് ഇങ്ങനെയായിരുന്നു. അപ്പോൾ അത് ഇതുവരെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ചിരിയും കളിയും സന്തോഷം, ഇതിൻ്റെ ഇടയിൽ അടി കിട്ടും, വഴക്ക് കിട്ടും, എന്താ പറയുക ചെവിമ പിടിക്കും, ഒക്കെ ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ. എന്നാലും അതിനൊരു സുഖമാണ്. പോയി കിടക്കണോടുകൂടി എല്ലാം കഴിഞ്ഞ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. അങ്ങനെയാണ്. വീണ്ടും രാവിലെ എണീറ്റ് കുറുമ്പിന് വേണ്ടിയിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ പുതിയ സംഭവങ്ങളുണ്ട്. അവൻ സോറി പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ പറയുക നോ പറഞ്ഞിട്ട് പിന്നെ ഒരു ഒച്ചയും ബഹളമൊക്കെ ഉണ്ട്. കാണാൻ നല്ല രസമാണ്. അവൻ്റെ കുറേ അതാണ് പ്ലീസ്, പ്ലീസ് എന്നാണ് കേട്ടോ, പ്ലീസ് എന്ന് പറയും. അപ്പം നമ്മൾ നോ പറയുമ്പോൾ ഒരു ഒച്ചയൊക്കെ ഇട്ടിട്ട് അവൻ കൈയൊക്കെ കെട്ടി ഒരു വല്ലാത്തൊരു രീതിയിൽ സംസാരിക്കും. നല്ല രസമാണ് കാണാനായിട്ട്. ഇതാണ് ഈ പ്ലീസാണ് ഈ പറയണത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എന്ത് നമ്മൾ കാണിച്ചു കൊടുത്താലും അവ അതുപോലെ തിരിച്ച് കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ള കളിയും ബഹളമൊക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അവർക്ക് ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കിത് കണ്ടറിയാം നമ്മൾ ബിഗ് ബോസ് കാണുമോ ഇവരുടെ കളി കാണുമോ. അപ്പം നമ്മളെപ്പോഴും ഈ വക കാര്യങ്ങൾക്കാണ് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുക. കാരണം മറ്റേതിൽ നിന്നൊന്നും നമുക്ക് പഠിക്കാനോ അതിൽ നിന്നൊന്നും കാണാനോ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, വെറും വേസ്റ്റ്. പക്ഷേ ഈ സമയം നമ്മളെ സംബന്ധിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കാനും എന്തെങ്കിലും ഒരു എൻജോയ്മെൻറ്റ് വേണ്ടേ, അപ്പോൾ അതൊന്ന് കാണും. അല്ലാണ്ട് അത് സ്ഥിരമായിട്ട് കണ്ടിട്ട് അതിനെക്കുറിച്ച് ആദ്യത്തെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം അതിനെ റിവ്യൂ പറയണം എന്നൊക്കെ. പക്ഷേ ആദ്യത്തിലെ തന്നെ
ഈ തല്ലൂട്ടവും ബഹളവും. പിന്നെ ഞാൻ പറഞ്ഞില്ല, അതിൽ ഒരുവിധപ്പെട്ടവരൊക്കെ നമ്മൾക്ക് വേണ്ടപ്പെട്ട കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ഒരാളെക്കുറിച്ച് നമുക്കത് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരുടെയും ഫാമിലിയും ഒക്കെ നമുക്ക് അടുപ്പമുള്ളവരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് ശരിക്കുള്ള കാര്യമായാൽ പോലും നമുക്കത് പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മളെപ്പോഴും പറയില്ല, അപ്രിയ സത്യങ്ങൾ മറച്ചു വെക്കണം എന്ന് പറയില്ലേ, അതുപോലെ നമുക്കത് ചില കാര്യങ്ങൾക്ക് ഒന്നും അഭിപ്രായം പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, സത്യസന്ധമായിട്ടെല്ലാം പറയണം. അപ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കാണാനായിട്ട് എനിക്കൊരു ഇൻട്രസ്റ്റും തോന്നിയില്ല. ആദ്യത്തിൽ തന്നെ വെറുതെ അടി ഇടി, ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അടി മാത്രം ഉള്ള ഒരു സംഭവം, അല്ലെങ്കിൽ വെറുതെ മെക്കെട്ട് കയറൽ മാത്രമായി മാറി. അപ്പോൾ അത് നമുക്കത് ഫാമിലിയായിട്ട് കാണുമ്പോൾ അതത്ര വലിയ ഇഷ്ടം തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ്. ടി വി അവിടെ വർക്ക് ചെയ്യും, പക്ഷെ നമ്മൾ ഇതിൻ്റെ മുമ്പിലിരുന്നിട്ട് ഒരു മണിക്കൂർ കിടന്നിട്ടുള്ള ബഹളവും കളിയും, അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കലൊക്കെ. അപ്പോൾ അവർക്ക് പുതിയൊരു സംഭവം. അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു പാട്ട് വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര പരിചയം. കുട്ടികൾ പാച്ചും തോമും കൂടി പാടിയപ്പോഴാണ് അത് മനസ്സിലായത് ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു അതിലെന്തൊക്കെയോ അവർ ഇടി വീഴണതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. ശരിക്കും അവർ ഡാൻസ് ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നു ഇതിൽ കേട്ടോ. അങ്ങനെ കാര്യപരിപാടികളൊക്കെ കഴിഞ്ഞ് അവർ മുകളിലേക്ക് പോവായി. അടുത്ത പരിപാടി പാച്ചുവിനെ കുളിപ്പിക്കുക, കിച്ചൺ ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളാണ്. അപ്പോൾ ഡിംപിൾ കിച്ചൺ ക്ലീൻ ചെയ്യാൻ നിന്നു, ഡാഡി പാച്ചുവിനെയും കൊണ്ടുപോയി. ഞാൻ ബാക്കി പരിപാടികൾ, എനിക്ക് അറിയാലോ ആ സമയത്ത് എൻ്റെ പട്ടികളുടെ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ വകുപ്പിലുള്ള പരിപാടികൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ ഇപ്പോൾ എങ്ങനെയാ വെച്ചാൽ തന്നെ കയറി ഇറങ്ങി വന്നു തുടങ്ങി. അപ്പോൾ കിച്ചണിൽ നാളേക്ക് പുട്ടിനുള്ള കടല വെള്ളത്തിലിട്ടുണ്ട് ഡിവൈൻ. ഡിംപിളുടെ വക എല്ലാ പാത്രങ്ങളും സംഭവം കഴുകി ഒതുക്കി വെച്ചു. അപ്പോൾ ഞാൻ ഇവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നോക്കി, ഇത് എടുത്ത് അകത്ത് ഇടണോ, എങ്ങനെയാണ്, മഴ പെയ്യോ. ഞാൻ പറഞ്ഞില്ലേ, ചില സംഭവം ഇത്രയും തുണികളുള്ളതുകൊണ്ട് ക്ലിപ്പ് മൊത്തം ചിലതിലെങ്കിൽ 2 ക്ലിപ്പ് ഇട്ടാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ അത് പറന്നു പോയി അല്ലെങ്കിൽ ചുരുണ്ട് കിടന്നാൽ എനിക്കെന്തോ അത് തൃപ്തിയില്ല. എനിക്കെപ്പോഴും 2 ക്ലിപ്പ് ഒരു തുണിയും ഇട്ടാലേ എനിക്കൊരു തൃപ്തിയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇല്ല, പറന്നു പോയില്ല, ഇന്ന് രാത്രി മഴയൊന്നും പെയ്യില്ല എന്നുള്ളൊരു ധൈര്യത്തിൽ വേണ്ടി ഞാൻ പോകുന്നത് കേട്ടോ. ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം കനമുള്ള തുണികളാണ് ഞാൻ അങ്ങനെ ഇട്ടിട്ടുള്ളത്. അങ്ങനെ അവിടുത്തെ ഫിൽറ്ററിൽ വെള്ളം ഒഴിക്കൽ, അങ്ങനത്തെ പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കിച്ചൺ ഞാൻ പറഞ്ഞില്ല എല്ലാം ക്ലീൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനൊന്ന് വെറുതെ എൻ്റെ ഒരു മേൽനോട്ടം. അപ്പോൾ ഞാൻ രാത്രിയാകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ കടല തുറന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ചു. ഈ വെള്ളം വെക്കുന്ന പരിപാടി എൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം വെച്ചു. അത് കഴിഞ്ഞ് സമയം എത്രയെന്ന് നോക്കി, നല്ലോണം ലേറ്റായിട്ടോ ഇന്ന്. എന്നിട്ടും പാക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. 11:40 ഇന്ന് കിച്ചണിൽ നിന്ന് കിടക്കുമ്പോൾ. പിന്നെയും പാക്കിങ് ബാക്കിയാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഓണത്തിന് മാത്രമല്ല, നിങ്ങളോട് പറയുന്നുണ്ട് ഞാൻ, ബർത്ത്ഡേ വല്ല ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്, പ്രത്യേകിച്ച് വിദേശത്തുള്ളവർക്ക്, നാട്ടിലുള്ളവർക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെക്കൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു കുട്ടിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛനമ്മയ്ക്ക് മുണ്ട്, പിന്നെ സെറ്റ് മുണ്ട്, ഓർണമെൻറ്റ്സ്, അങ്ങനെയുള്ള സംഭവങ്ങൾ വാങ്ങിക്കാനായിരുന്നു. അപ്പോൾ അത് ഒരു സെറ്റ് കൊടുത്തു. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള സാരിയും കാര്യങ്ങളും, പിന്നെ ടീച്ചേഴ്സല്ല, ഇതിപ്പോൾ ഒരു കല്യാണത്തിൻ്റെ പാർട്ടിക്കാണ്, ടീച്ചേഴ്സിൻ്റെ എൻക്വയറിയാണ് വന്നേക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള പാക്കേജുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, സ്നേഹപൂർവ്വം അച്ഛനും അമ്മയ്ക്കും ഓണാശംസകൾ. അപ്പോൾ അത് കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ വിദേശത്തൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പോൾ നാട്ടിലിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 കൊല്ലത്തോളമായി ഇങ്ങനെ ചെയ്യണു. അതായത് ഇപ്പോൾ ബർത്ത്ഡേക്കാണ്, നിങ്ങൾക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ പറഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുക. അതിപ്പോൾ ഇന്ന സാധനം ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളുടെ ഓർണമെൻറ്റ്സ് മാത്രമാണോ എന്ന്. അല്ല, ഇന്നിപ്പോൾ ഈ അച്ഛനമ്മയ്ക്ക് അയച്ചിട്ടുള്ളത് സെറ്റ് മുണ്ടും, പിന്നെ മുണ്ടും ഷർട്ടും, പിന്നെ നമ്മളുടെ ഒരു നല്ലൊരു ഡബിൾ ഇതിൻ്റെ ഓർണമെൻറ്റ്സും, വള, അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും അവർ ഇപ്പോൾ പുറത്താവും, മക്കൾ പുറത്തല്ലേ, അപ്പോൾ അവരുടെ കയ്യിലേക്ക് ഇത് വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം കേട്ടോ. അത് ഡിംപിളും ഡിവൈനും കൂടിയിട്ടാണ് ആ സംഭവം ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ അപ്പോൾ യൂണിഫോം സാരി ഞാൻ പറഞ്ഞില്ലേ, യൂണിഫോം സാരി മാത്രമല്ല, അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഒരു 10 സാരി ഒരുമിച്ച് വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട ഏത് തരം സാരികൾ വേണമെങ്കിൽ, അപ്പോൾ കുറേ പേരുടെ വിചാരം നമ്മുടെ കയ്യിൽ ഇപ്പോഴും സാരികളില്ലാന്ന്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ സിംഗിൾ ഐറ്റംസായിട്ട് കാണിക്കാനായിട്ട് സമയം കിട്ടാറില്ല കുട്ടികൾക്ക്. അതുകൊണ്ടാണ് സാരിയുടെ ബിസിനസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നാളത്തെ വിശേഷമായിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും